ഇനി നമ്മളെ കഥേൻ്റെ ബാക്കി പറയണ്ടേ? അതിന് മുമ്പേ എനിക്ക് ടെൻഡർ കോക്കിൻ്റെ കേക്ക് വന്നിട്ട് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഏറ്റവും വലിയ പണിയാണ്. ഇതൊന്ന് ഉലിക്കുക, ഇതിൻ്റെ ഉള്ളത്തെ ആ ഒരു ഐറ്റം എല്ലാം എടുക്കുക, എന്നിട്ട് ക്ലീൻ ആക്കി എടുക്കുക. ഇത് കേക്കിനേക്കാളും വലിയ പണിയാണ്. ഇനി നമ്മളെ കഥ തുടങ്ങാം. അപ്പം ഞാൻ ഓൾറെഡി കൊറിയറും കാര്യമെല്ലാം അയച്ചു കഴിഞ്ഞു. അവർ പോകുന്നത് ഗൾഫിലേക്ക് 7-ാം തീയതിയാണ്. 6-ാം തീയതി രാത്രി വരെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയച്ച് വളർന്നിടാ ഇതുവരെ എത്തിയിട്ടാണ്. അങ്ങനെ ഞാൻ കൊറിയർ സർവീസിൻ്റെ അവരായിട്ട് കോൺടാക്ട് ചെയ്യുമ്പോൾ അവർ പറഞ്ഞ് എന്തായാലും ഇന്നെത്തും, ഇല്ലെങ്കിൽ നാളെ രാവിലെ എത്തും. ഞാൻ പറഞ്ഞു അവർ 11 മണിയാകുമ്പോഴത്തേക്ക് ഇറങ്ങും, അതിന് മുമ്പേ സാധനം എത്തണം, ഇല്ലെങ്കിൽ വേസ്റ്റ് ആവുന്നു. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞടാ എൻ്റെ കയ്യിൽ വളർന്നില്ല, ഞാൻ 11 മണി വരെ ഉണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഫോണൊന്നും വിളിച്ചാൽ കിട്ടൂല, പിന്നെ ഞാൻ പോകും, നമുക്ക് നോക്കാം അതുവരെ. അങ്ങനെ ആ ദിവസം എനിക്ക് വേറെയും ഓർഡേഴ്സ് ഇല്ലാണ്ട് എനിക്ക് കുറേ ടൈമൊന്നും ഫോണിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. എന്നാലും ഞാനിങ്ങനെ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, അവളും അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ എനിക്ക് ആ ഒരു സ്ഥലവും കാര്യമൊന്നും അങ്ങനെ അറിയില്ല. അവൾ തന്ന അഡ്രസ്സും കാര്യമെല്ലാം കറക്റ്റ് അല്ലേന്ന് വെച്ച് എല്ലാം കറക്റ്റാണ്, എൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഫോൾട്ട് മിസ്റ്റേക്കും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ കൊറിയറിൻ്റെ അവരോട് ചോദിക്കുമ്പോൾ അവരും കറക്റ്റായിട്ടാണെല്ലാം ഇത് അയച്ചിട്ടില്ലതെല്ലാം, പക്ഷെ സാധനം എത്തിയിട്ടാ. പിന്നെ ഇവർ പറഞ്ഞ് സാധനം എത്തിയിട്ടുണ്ട്, അവരോട് പോയി വാങ്ങാൻ പറ, അവിടെ കോൾ വിളിച്ച് ചോദിക്കാൻ പറഞ്ഞു. കോൾ വിളിച്ച് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഇവിടെ അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് വന്നിട്ട് അങ്ങനെ ഫുള്ള് കൺഫ്യൂസാണ് കേട്ടോ അന്നത്തെ ദിവസം ഉണ്ടായത്. പാവം പോകുന്ന, അതായത് എയർപോർട്ടിലേക്ക് പോകുന്ന ടൈം പോലും അവരങ്ങോട്ട് പോയി, എന്നിട്ടും കിട്ടിയിട്ട. അത് കിട്ടിയത് പിന്നെ അവൾ ഗൾഫിൽ എത്തി പിന്നെയാണ്. അപ്പോൾ ആൾ എൻ്റെ അടുത്ത് നിന്ന് ആദ്യമായിട്ട് ഓർഡർ ചെയ്യുന്നല്ലേ വിചാരിച്ചിട്ട് ഒരു കണ്ടെയ്നർ അധികം തന്നെ വെച്ചിട്ടുണ്ടായിന്, പക്ഷേ ആൾക്ക് കിട്ടിയിട്ട. അങ്ങനെ പിന്നെ ആളെ മെസ്സേജ് ഒന്ന് ഞാൻ ചോദിക്കുന്നുണ്ട്, കിട്ടിയ എന്തായി, നാട്ടിലെത്തിയാന്നെല്ലാം. പറഞ്ഞടാ വന്നിട്ടുണ്ട് സാധനം, ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിനോട് എടുക്കാൻ പറഞ്ഞിട്ട് അവർ കഴിച്ചിട്ട് നല്ല അഭിപ്രായമാണ് പറഞ്ഞത് എന്നെല്ലാം പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്ത്. ആൻഡ് അവർ ആ ഒരു നമ്മളെ ബ്രൗണി അൺബോക്സ് ചെയ്യുന്ന വീഡിയോയിൽ എടുത്തയച്ചിന് ഒരു ഡാമേജും കാര്യമൊന്നും സംഭവിച്ചില്ല, പക്ഷെ ആൾക്ക് കിട്ടിയില്ല, ഓർഡർ ചെയ്ത ആൾക്ക് സാധനം കിട്ടിയില്ല. ആൾ ആ ഒരു വിഷമം മാറാൻ വേണ്ടിയിട്ട് ലൈറ്റിൻ്റെ ബ്രൗണി വാങ്ങിക്കൊണ്ടുപോയിട്ട് അത് അവിടെ നിന്ന് കഴിച്ചെന്നാണ് കേട്ടോ പറഞ്ഞത്. എന്നാലും നീ ഉണ്ടാക്കിയ ബ്രൗണി കഴിക്കാൻ പറ്റിയിട്ടില്ലല്ലോ എന്നില്ല വിഷമം കൂടി ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ സ്റ്റോറി. അപ്പോൾ ഈ ഒരു കേക്ക് ഇഷ്ടമായില്ലേ എന്നൊന്ന് കമൻറ്റ് ചെയ്യാം.